ഞാനാ ലുട്ടാപ്പി കുട്ടിച്ചാത്തൽ ലുട്ടാപ്പി കടുവകളും ഇടുവകളും എന്നെ കണ്ട പേടിക്കും. അല്ല ആരും അത് ഇപ്പോൾ തന്നെ മനുഷ്യ ഒന്ന് ടി വി കണ്ടോണ്ടിരിക്കുമ്പോഴാണ് അവന് ഇനിയിപ്പോൾ എൻ്റെ ഫ്രണ്ട് ഇട്ടാലായിരിക്കോ. ആടാ ഹഗ്ഗി, ആ നീയാണാ? ആ ഞാൻ തന്നെ, ഞാനാടാ ഇവിടെ വന്നിട്ടുള്ളത്. ഓ ഹഗ്ഗി, നമ്മൾ പഠിച്ചതൊക്കെ ഓർമ്മണ്ട? ഇല്ലടാ, നാളെ കോളേജിൽ എനിക്ക് വട്ടപൂജ കിട്ടിയത്. അപ്പല്ലേ നമ്മൾ പഠിച്ചൊക്കെ ഓർമ്മണ്ടെന്ന് ചോദിക്കണത്. ശരി, വട്ടപൂജ. എന്നിട്ടേ അന്ന് എനിക്ക് വട്ടപൂജ കിട്ടിയപ്പോ ഇത് പറയാണ്. ആര് പറഞ്ഞേന്ന്? ഐസാക്ക് മറ്റേ ദാറ്റ്സ് നോട്ട് മൈ നെയ്ബറില്ലേ, അവൻ പറയാണ് നിനക്ക് എനിക്ക് മാത്രമേ ഇത് വട്ടപ്പൂജ ഉള്ളൂ, നീ ഒന്ന് പോയി പഠിക്കണമെന്ന്. ഇപ്പം നിനക്ക് കൂടി കിട്ടിയില്ലേ? ആരാടാ അത്? അയ്യോ, എനിക്ക് പരസ്യം വന്നതാ. പരസ്യം വന്നതാ വെച്ചാൽ എന്താണ്? നമ്മളെ ഫോണിൽ ഇതാ ഇങ്ങനെ എന്നെപ്പോലെ ഗെയിമും കളിച്ച് നടക്കുന്ന ആൾക്ക് പരസ്യം വരും. ഞാനിപ്പോൾ പഠിക്കലേ ഉള്ളൂ, ഇപ്പം വേണമെന്ന് ആളില്ല. പക്ഷെ എൻ്റെ ഗെയിമിലുണ്ടല്ലോ പുതിയൊരാളുണ്ട്, ചാപ്റ്റർ 5. ആരാണത്? ലവ് ബ്രെഡ്സ്, പിന്നെ കിസ്സിമിസി. ആ കിസ്സിമിസി ആരാ? എൻ്റെ ഗേൾ ഫ്രണ്ട്. അത് ശരി, എന്നാ അടച്ചാടോ. ഓ മൈ ഗോഡ്, നമ്മളെ പുതിയ ചാപ്റ്റർ 6 ട്രെയിലർ കണ്ടവർക്ക് മനസ്സിലായിണ്ടാവും. അവിടെ വേറൊരാളും കൂടി ഉണ്ട്, ലവ് ബ്രെഡ്സിന്റെ ബ്രദർ. അതാരാടാ? റോറി. അതുണ്ടല്ലോ, ഒരു സൂപ്പർമാൻ്റെ ഇതിട്ടൊരു ചെക്കനാണ്. പക്ഷെ അവന് നമ്മളെ പോലെ ഒരു മോൺസ്റ്ററാണ്. ഇത് പ്ലേ ടൈം ഫാക്ടറിയിലാണ് അവൻ ജീവിച്ചത്. ആ ദിവസം തന്നെ ലില്ലി ലവ് ബ്രെഡ്സ് അവൻ എന്തൊക്കെയോ ചെയ്ത്. പിന്നെ ഏതോ ഒരു ചാപ്റ്ററിൽ ലില്ലി ലവ് ബ്രെഡ്സ് നമ്മളെ കൊല്ലാൻ വന്നു. നമ്മളെ ഓണർ ആ ഓണറിനെ കൊന്നു. ഇങ്ങനെ ഏതൊക്കെയോ പാട്ട് പാടിയിട്ടോ. അത് നിനക്കറിയാമോ? ഇല്ല, ഇത് പറയാനാണ് ഞാൻ വന്നത്. ഞാൻ ഇന്നാലേ പോയിട്ട് വരാം. ഓക്കേടാ, പോയിട്ട് വാ, പിന്നെ കാണാം കേട്ടാ. ഓക്കെ, ഞാൻ അതാ പോയിട്ട് വരാം. ഗൈസ്, ഹഗ്ഗിയൊക്കെ പോയിട്ടുണ്ട്. ഹഗ്ഗിയൊക്കെ പോയില്ല. ഞാൻ ഈ ന്യൂസ് ഒന്ന് ഇട്ടോട്ടെ. ഹലോ, ഒരു കാര്യം പറയട്ടെ. എന്താടേ, നിനക്കെന്താ ഹഗ്ഗിൻ്റെ സെയിം സൗണ്ട്? ഞാൻ അവനെ കോപ്പി അടിക്കുന്നേ. ശരിക്കും ഞാൻ സംസാരിച്ച് കാണിക്കട്ടെ? കാണിക്ക്. നിൻ്റെ സൗണ്ടൊക്കെ ഞാൻ മിസ് ചെയ്യും. ഞാൻ അവിടെ എത്തി. ഞാൻ ഒരു കാര്യം പറയട്ടെ. എന്താ? നമ്മളെ നാട്ടിൽ ഹഗ്ഗി എന്ന് പറയുന്നൊരു ജന്തു ഇറങ്ങിയിട്ടുണ്ട്. ആ ജന്തു ഇപ്പം എല്ലാ സ്ഥലവും ഡിസ്ട്രോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നിനക്ക് രക്ഷിക്കാൻ പറ്റുമോ നിൻ്റെ സ്പൈഡർമാൻ്റെ സ്യൂട്ട് ഇട്ടിട്ട്? അത് പിന്നെന്താ, നമുക്ക് രക്ഷിക്കാലോ. എനിക്ക് പറ്റുമെങ്കിൽ ഞാൻ രക്ഷിക്കാം. എൻ്റെ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാനങ്ങ് രക്ഷിച്ചു കൊടുക്കാം. പക്ഷെ ഹഗ്ഗി അങ്ങനെ പറയുന്ന ഒരാളെനിക്ക് എവിടെയോ പരിചയമുണ്ടല്ലോ. അതാരാണടാ ഹഗ്ഗി? എൻ്റെ കൂടി പഠിച്ച ഒരു ഇതാണ് ഒരു മോൺസ്റ്റർ. അതിവിടെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങിയ അവൻ ഇന്ന് ലില്ലി ലവ് ബ്രെഡ്സ് എന്ന് പറഞ്ഞൊരു പെണ്ണിൻ്റെ ഇത് പറഞ്ഞിരുന്നു. ഇനി ഹഗ്ഗിൻ്റെ പെണ്ണിൻ്റെ
ആ അവളും ആയിരിക്കും, ചിലപ്പോൾ അവനുമായിരിക്കും. ആരെങ്കിലും ആവട്ടെ. ഓക്കെ. ആ എന്നാൽ ഞാൻ കുറച്ചു നേരം PC സെറ്റപ്പിലൊന്നും നോക്കി നോക്കട്ടെ. ആടാ ഹിമയ, നീ എന്താടാ അറിയുന്നു? ഞാനുണ്ടല്ലോ കുറച്ച് നേരം ഇതങ്ങ് കളിച്ചിട്ടും. അയ്യോ, മൈൻക്രാഫ്റ്റിൽ എനിക്ക് നല്ല കളിക്കാറിയാ. എടാ മൈൻക്രാഫ്റ്റിൽ വന്ന് കൊന്ന്. തീർന്നു. ഇനിയുണ്ടല്ലോ ഫോർട്ട്നൈറ്റ് കളിക്കട്ടെ. അയ്യോ, എനിക്കുണ്ടല്ലോ ആദ്യം 1 XP ഉണ്ടായിരുന്നോളൂ, ഇപ്പൊ എത്ര XP ആയി നോക്ക്? 2000 XP കിട്ടിയേ. ഞാൻ ന്യൂസ് ഒന്ന് വെച്ചോട്ടെ. ഇത് റിമോട്ട് എടുക്ക്. ന്യൂസ് നിൽക്ക്. സുഹൃത്തുക്കളെ, ഇന്ന് നമ്മളെ ന്യൂസിലുള്ളത്, ഇന്ന് ഹഗ്ഗി ബഗ്ഗി എന്ന് പറയുന്ന ഒരു ജന്തു ഈ നാട് മൊത്തം നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ജാക്ക് ജെയിംസ് അങ്ങനെ പറഞ്ഞ ഒരു ചെക്കൻ ഇവനെ രക്ഷിക്കാൻ പോവും, ആൾക്കാരെ രക്ഷിക്കാൻ പോവും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതും പറഞ്ഞത് ആരറിയോ? അവൻ അങ്ങനെ പറഞ്ഞത്, അവൻ്റെ പേരെന്തായിരുന്നു? ഫെലിക്സ് എന്ന് പറഞ്ഞ ഒരു ചേട്ടനാണ് എനിക്ക് പറഞ്ഞു തന്നത്. ഹലോ ന്യൂസേ, നിങ്ങൾക്ക് എത്ര വയസ്സായി? 12. ജാക്കിന് എത്ര ഫെലിക്സിന് എത്ര വയസ്സായി അറിയോ? എത്രയായി? അവന് ആകെ 9 വയസ്സായിട്ടുള്ളൂ. എന്നാലേ ആ ചെക്കൻ എന്നോട് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പം നമ്മളെ ന്യൂസ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ടാറ്റാ. ഗായ്സ്, ഇവരൊക്കെ പറയുന്നതുണ്ടല്ലോ, ഇവിടെ ഹഗ്ഗി വഗ്ഗി എന്ന് പറയുന്നേ എൻ്റെ ഫ്രണ്ട് ഈ നാട് ഇങ്ങനെ ഉണ്ടല്ലോ ഇതാക്കിക്കൊണ്ടിരിക്കുകയാണ്, നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് നേരെ സ്യൂട്ട് ഇടാം ഗൈസ്. അപ്പം ഞാനിതാ സ്യൂട്ടൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് നേരെ രക്ഷിക്കാൻ പോവാടാ. ഇത് ലൊക്കേഷൻ അവരയച്ചു തന്നത് ഈ ഭാഗത്തായിട്ടാണ്. ഞാനൊന്ന് പോയി നോക്കി നോക്കട്ടെ. ഗൈസ്, അങ്ങോട്ട് നോക്ക്. ഗൈസ് നോക്കത്. പക്ഷെ എനിക്കാണല്ലോ പോലീസായിരുന്നു. എന്താ? ഞാൻ പെട്ടെന്ന് എസ്കേപ്പ് ആവട്ടെ, എന്നിട്ട് ആൾക്കാരെ രക്ഷിക്കുകയും ചെയ്യട്ടെ. എല്ലാവരും വാ, എൻ്റെ അടുത്തോട്ട് വന്നോളേ. ഞാൻ ഇവനെടുക്കട്ടെ. ഇവനെടുക്ക്. അവനെടുത്തുണ്ട്. അവനെ കൊണ്ടുപോയിട്ട് അവിടെ ഞാൻ ഇനി വെക്കട്ടെ. ഗൈസ്, ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്. അവനെ ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട്. അവനെ ഞാൻ രക്ഷിച്ചിട്ടുണ്ട്. ഇനി എന്നെ ആര് രക്ഷിക്കുന്നതാണ് എനിക്ക്. അപ്പം അവനവിടെ വെച്ചിട്ടുണ്ട്. ഇനി ആരെ രക്ഷിക്കുന്നുണ്ട്? അവിടെ ഭയങ്കര തീയാണ് ഗൈസ്. അപ്പോൾ തീൻ്റെ അടുത്തുള്ള ആൾക്കാരെ നമുക്ക് രക്ഷിക്കണം. അപ്പോൾ ഇതാ എവിടെ ആൾക്കാർ? എൻ്റെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ ആൾക്കാരുണ്ടല്ലോ. എൻ്റെ വീട്ടിൻ്റെ അടുത്തായിട്ടല്ലേ വരുന്നത്. അപ്പോൾ നമുക്ക് നേരെ നമ്മളെ വീട്ടിലത്തെ അപ്പുറത്തോട്ട് പോവാം. ഈ പോലീസിനെയും കൂടി രക്ഷിക്കട്ടെ. പോലീസ് എന്തായാലും എന്നെ പിടിക്കാതെ വരുന്നല്ലേ, ഒരു സുഖം കിട്ടട്ടെ. പോലീസിനെടുത്ത് ഇനി നമുക്ക് പോലീസിനെ അവിടെ കൊണ്ടുപോയിട്ട് വെക്കാം. ഗൈസ്, പോലീസിനെ വെച്ചിട്ടുണ്ട്. ഇപ്പം ഇനി ആ ഫോണിൽ ന്യൂസ് വന്നിട്ട് നോക്കട്ടെ. ഇന്നത്തെ വാർത്ത ഇന്ന് ഉണ്ടല്ലോ, ജാക്ക് ജെയിംസ് ഒരു സ്പൈഡർമാൻ്റെ സ്യൂട്ടിട്ട് ഒരു പവർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവൻ ഈ നാടിനെ രക്ഷിച്ചിരിക്കുകയാണ്. ഇപ്പം ആ തീയൊക്കെ പോയി. ആ തീയിൽ പക്ഷേ ഫയർഫോൾസ് ആണ് വല്ല വെച്ചത്. പക്ഷേ ഇവൻ ആൾക്കാരെ ബിൽഡിങ്ങിൻ്റെ മുകളിലെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ആൾക്കാരെ രക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ജാക്ക് ജെയിംസിൻ്റെ ഏതോ ഒരു സ്ഥലത്തോട്ടാണ് അവൻ പോയിക്കൊണ്ടിരിക്കുന്നത്. എടേ, ഇതുണ്ടല്ല എൻ്റെ പണി നടത്തുന്ന സ്ഥലം. ഓക്കെ, സോറി.
ആ ഗൈസ് ഞാൻ ഇവിടെയാണ് പണിയെടുക്കുന്നത്. അപ്പം നമുക്ക് പണിയെടുക്കാം. ആ സാറേ ഞാൻ പണിയെടുക്കാൻ വന്നിട്ടുണ്ട്. അയ്യോ സാറിനൊക്കെ അഗിയൊക്കെ തിന്നാ. അയ്യോ സാറിനെ കാണാനില്ലടാ. സാറിന് അഗിയൊക്കെ തിന്നാ തോന്നുന്നു. അപ്പം നമുക്ക് നമ്മളെ വീട്ടിലോട്ട് പോവാം. എന്നിട്ട് നമ്മളെ പണി നോക്കിക്കൊണ്ട് കിടക്കാം. ഓക്കെ എൻ്റെ സ്റ്റാർക്ക് പോയിട്ടുണ്ട്. അപ്പം നമുക്ക് നേരെ നമ്മളെ വീട്ടിലോട്ട് പോകാം. നമ്മളെ വീട്ടിൻ്റെ വഴി എനിക്ക് നന്നായിട്ടറിയാം. ഈ റെയിൻ ഗോവെന്ന് പറയട്ടെ. റെയിൻ ഗോവേ ലിറ്റിൽ ജോണി ലിറ്റിൽ വേ. റെയിൻ ഗോവേ ലിറ്റിൽ ജോണി ലിറ്റിൽ വേ. ആ ഗൈസ് ഞാൻ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പം നമുക്ക് വീടിൻ്റെ മുകളിലായിട്ട് ലാൻഡ് ചെയ്യാം. ഞാൻ എപ്പോഴും ചെയ്യുമ്പോൾ ഇത് പെർഫെക്റ്റ് ആവൂലടാ. ഇത് കഷ്ടാണ്. ആ എൻ്റെ ഇതിൻ്റെ പവർ തീർന്നു തോന്നുന്നു. എൻ്റെ ഇത് സ്പൈഡർമാൻ സ്യൂട്ടിൻ്റെ ചാർജ് തീർന്ന്. അതുകൊണ്ട് എൻ്റെ മേലിൽ നിന്ന് പോയി ഗൈസ്. ഇനി എങ്ങോട്ടാണ് വേണ്ടത്? അങ്ങോട്ടാണ് ഇങ്ങോട്ടാണ്? ആ ഇങ്ങോട്ടാന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മുകളിൽ കൂടിയൊക്കെ പോവാം. ഞാനിപ്പോൾ ആലോചിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഹെലികോപ്റ്റർ വെച്ചിട്ട് കുറച്ച് നേരം ഇങ്ങനെ കറങ്ങി നടക്കാവുന്നതാണ്. ഞാൻ ചാവുമെന്ന് എനിക്കറിയില്ല. എനിക്ക് ഹെലികോപ്റ്റർ ഓടിക്കാൻ അറിയില്ല. എന്നാലും ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടേടാ. ഇനി ഇതങ്ങനെ അങ്ങ് കൊണ്ടുപോവാം. എനിക്കുണ്ടല്ലോ ഒരു കാറ് വാങ്ങണം. ഇവിടെ ആയിട്ട് പാർക്ക് ചെയ്യാം. ഇതിൻ്റെ മുകളിലോട്ട് പോകുന്നതിന് ഇതന്നെ കൊടുക്കേണ്ടി വരിക. അല്ലാണ്ട് മുകളിലോട്ട് പോവാൻ എനിക്ക് വഴിയില്ല. ഇതിൻ്റെ മുകളിൽ തന്നെ പറയണം. നമുക്ക് ഷോപ്പിൻ്റെ മുകൾ ഭാഗമാണ് തോന്നുന്നത്. ആണോ? അല്ലെങ്കിൽ ഞാൻ ചീത്ത പറയും. എങ്ങനെ ഉണ്ടോ ഡയലോഗ്? അല്ല 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 ആണ് 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 ആണ്. ഇപ്പം നമുക്ക് പാർക്ക് ചെയ്യാൻ പോവാം. ഓക്കെ ഗൈസ് നമ്മളിവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് എല്ലാത്തും അങ്ങോട്ട് പോവാം. ഓക്കെ വീണ്ടും ആടുപേരേക്ക് നിങ്ങളെ പരിചയം കാണും. ആ ഗൈസ് ഞാൻ ഷോറൂമിൻ്റെ അകത്തെത്തിയിട്ടുണ്ട്. അപ്പം നമുക്ക് നമ്മളെ വണ്ടി വാങ്ങാൻ. ഇവിടെ ഇങ്ങനെ അങ്ങ് മാറ്റിയാൽ എനിക്ക് ഇഷ്ടപ്പെട്ട വണ്ടി തന്നെ ഞാൻ എടുക്കുള്ളൂ. എനിക്ക് ഇഷ്ടപ്പെട്ട ഈ ബൈക്ക് നല്ല രസമുണ്ടെന്നാണ് തോന്നുന്നത്. അപ്പോൾ നമുക്ക് അവിടെ പോയി നോക്കാം. ബാക്ക് സൈഡ് പോയി നോക്കട്ടെ. ആ വണ്ടി അവിടെ വന്നിട്ടുണ്ടോയെന്ന് ഞാൻ നോക്കട്ടെ. യെസ് മൈ ഡാർല കുട്ടി. എന്തായാലും ഓക്കെ ഗൈസ്. അപ്പോൾ നമുക്ക് ഇത് അപ്ഗ്രേഡ് ചെയ്യാൻ കൊണ്ടുപോകാം. അവിടെയാണ് അപ്ഗ്രേഡ് ചെയ്യുന്ന ഷോപ്പ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങോട്ടങ്ങ് പോവാം. നീ എന്നെ പഠിപ്പിക്കാൻ വരണ്ട, എനിക്കറിയാം. ഇവിടെ എസ്താനെ അതിൻ്റെ അടിക്ക് എന്തൊക്കെയോ അങ്ങനെ പറയുന്നുണ്ട് ഗൈസ്. നമുക്ക് അവിടെ ഒന്ന് പോയി നോക്കാം. ഇത് കൂടിയാ ഗൈസ്. ഇനി നമുക്ക് നമ്മളെ ഇത് നമുക്ക് ഇതാ ഇങ്ങനെ ഷോറൂമിൽ പോവുക. അല്ല ഇത് വണ്ടി എന്താ പറയുക, ആ വണ്ടി നന്നാക്കുന്ന സ്ഥലത്ത് പോവാം. അതിൻ്റെ അകത്ത് കയറട്ടെ. എൻ്റെ അമ്മോ ചേടാ ഇങ്ങനെ ഒരു ഇതായി പോയല്ല. ഇത് പേടി കളർ. വാ ബ്ലാക്ക് നല്ല രസമുണ്ട്. പക്ഷേ ബ്ലൂ അതിനേക്കാളും രസമുണ്ട്. റെഡ് അതിനേക്കാളും രസമുണ്ട്. പക്ഷെ ഇത് അതിനേക്കാളും രസം കുറവാണ്. അല്ല ഇത് നല്ല രസമുണ്ട്. അപ്പം നമുക്ക് വൈറ്റ് കളറാകാം.
എടാ ഇനി ഇത് ഞാൻ റെഡ് മതി. ഗ്ലാസ് കളർ നമുക്ക് എന്താക്കാം? വൈറ്റിന് കൊടുക്കാം. വൈറ്റ് എടാ ഡാർക്ക് ബ്ലൂ ആക്കുമ്പോൾ നല്ല രസമുണ്ട്. ആ വീണ്ടും പരസ്യം വന്നേ. എന്താ ഇത് വരാതെ? ഓക്കെ ഗൈസ്, ഈ ബ്ലൂ ആക്കുമ്പോ നല്ല രസം. പക്ഷെ റെഡ് അയ്യേ ആ കളർ ഭയങ്കരമായി പോയിട്ടോ. ആ കളർ സൂപ്പറായിട്ട്. ഓക്കെ ഗൈസ്, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഹോണ് മതി. ഹോണെന്താ കേൾക്കാത്ത? കേട്ടോക്കട്ടെ. ആ ഈ ഹോം മതി. ഫ്രണ്ട് വാവ്, ഫ്രണ്ട് ഇത് മതി. ലെഫ്റ്റ് ഏതാടാ ലെഫ്റ്റ്? ഇതിൻ്റെ ഇതല്ലേ ലെഫ്റ്റ്? ഗോട്ടബി കേടയാണ്. ഇവിടെ കാണാൻ പറ്റില്ലല്ലോ. ഇനി ബ്രേക്ക് സ്പോട്ട് ഇല്ലെങ്കിൽ റേസും കൊടുക്കാം. റേസിങ് നല്ലതാവും. പിന്നെ നൈട്രോ, ഇൻസ്റ്റാൾ നൈട്രോ. ഓക്കെ, ഇനി സ്മോക്ക് കളർ തീ പോലെ മതി. അപ്പോൾ ഇത് ഓക്കെ, ഇത് മതി. ഇനി ഡ്രൈവ് അടിക്കാം ഗൈസ്. ഓക്കെ, ഇങ്ങനത്തെ ഇത് അറബി പരസ്യങ്ങളാണ്. എനിക്ക് മാത്രമേ ഈ അറബി കേൾക്കാനുള്ളൂ. അതാണ് ഇതാണത്. അപ്പം നമുക്ക് അങ്ങനെ പോവാം ഗൈസ്. നമ്മളെ വീട്ടിലോട്ട് പോവാം. നമ്മളെ വീടിൻ്റെ വഴി ഭയങ്കര ഈസിയാണ്. ഇത് കൂടി അങ്ങ് പോയാൽ മതി. ഇത് കൂടി നേരെ അങ്ങ് പോവാ. ഇനി റൈറ്റ് എടുക്കുക. എൻ്റെ അമ്മോ, ഇങ്ങനൊരു മരലോക പൊട്ടൻ ഇപ്പം ഞാൻ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുള്ളൂ വണ്ടി. അപ്പം തന്നെ അങ്ങനെ മരലോക പൊട്ടൻ പൊട്ടിച്ച്. അല്ല, ഞാനാണ് മരലോക പൊട്ടൻ, പക്ഷെ അങ്ങനെ ഉള്ളൂ. ഇത് കൂടിയാണോ? ഇത് കൂടിയാണോ? എനിക്ക് തോന്നുന്നു ഇത് കൂടിയാണ്. ആ ഗൈസ്, ഇത് കൂടിയാണ്. ഇത് കൂടി ഇനി നേരെ അങ്ങ് പോവാം. ഓക്കെ, നേരെ അങ്ങോട്ട് പോയാൽ മതി. അവിടെ ഉണ്ടാവും വീട്. ഒരു കാര്യം പറയട്ടെ, വീടിൻ്റെ വഴി മാറി. എടാ അവിടെയാണുള്ളത്. ഇത് കൂടിയല്ല. അയ്യോ, ഞാൻ പെട്ടേ മോനെ. ഞാൻ എന്ത് ചെയ്താലും ചാവാൻ ഞാൻ കൊടുക്കത്തില്ല. അവന്മാർക്ക് എന്നെ കൊല്ലാൻ പറ്റത്തില്ലടാ. എന്നെ കൊല്ലാൻ പറ്റത്തില്ലടാ. എനിക്ക് ഞാൻ ഷോർട്ട് കട്ട് എടുത്തിട്ട് പോവാം എൻ്റെ വീട്ടിലോട്ട്. ഷോർട്ട് കട്ട് എടുത്തിട്ട് പോയാലേ പെട്ടെന്ന് എത്താൻ പറ്റും. അല്ല, നമുക്ക് നൈട്രോ ഉണ്ട്. പക്ഷേ ഞാൻ നൈട്രോ എടുക്കുകയാണെങ്കിൽ ഇങ്ങനെ പോവാം എൻ്റെ മോനെ. പിന്നെ നൈട്രോ ഓഫാക്കാനേ പറ്റൂല. നൈട്രോ കുറച്ച് നേരം വിട്ടുപോട്ടെ. അയ്യേ, ഇപ്പം പോയല്ലോ. ഇന്ന് നമുക്ക് മെല്ലെ പോകേണ്ട ആവശ്യമുള്ളൂ. ഓക്കെ, അപ്പം നമുക്ക് മെല്ലെ പോവാം. ഇതിലേ അല്ലല്ലോടാ. ഇതിലെയാണ്. ഇനി ഗോട്ട ബി സംതിങ്. ഇനി നേരെ പോയാൽ മതി. നേരെ പോയാൽ നമ്മളെ വീട് കമ്മിങ് ഹേ. ഓക്കെ, ഒരു പോലീസാണ്, നിങ്ങൾക്ക് അറിയാലോ. പോലീസ് ഓഫീസും കൂടിയാണ്.
അങ്ങനെ എനിക്കറിയില്ല എങ്ങനെയാ ഞാൻ അതായെന്ന്. ഞാൻ ആരോടും പറയാണ്ട് ഇങ്ങനെ ആയതാണ്. ഞാൻ എന്തൊരു പ്രമാണല്ലേ. അപ്പൊ നമുക്ക് നേരെയാണ് വേണ്ടത്. ഓക്കെ, ഇനി റിമൂവ് മാർക്കർ. ഓക്കെ, അതങ്ങോട്ട് എടുക്കാം. മാർക്കറാ എടാ, ഇത് സ്കെച്ചാടാ. വീണ്ടും പരസ്യം. ഇതെന്ത്? ഓക്കെ, ഇനി നമുക്ക് വീട്ടിലോട്ട് പെട്ടെന്ന് പോവാം. എൻ്റെ അമ്മ, ഇയാളെ സ്മോക്ക് നോക്ക്. അതൊക്കെ ബാക്കിലോട്ട് എടുക്കുമ്പോൾ അങ്ങോട്ട് സ്മോക്ക് അങ്ങ് വരും. അപ്പാണത്. ഞാൻ തീ പോലെ ഉണ്ടാക്കാനാണ് നോക്കിയത്, പക്ഷെ ഉണ്ടായത് പ്രിയപ്പോലെ. ഫ്രണ്ട് നോക്കിയല്ല, ബാക്ക് നോക്കിയണ്ടല്ലേ. എൻ്റെ അമ്മ, ഹാർട്ട് അറ്റാക്ക് വന്നേനെ. ഓയ് ഓ 1 ബില്യൺ. അത് ഭയങ്കര കോമഡി ആയിപ്പോയി. ഇതേതാ സൈക്കിള്? ഇത് ഇവിടെ തന്നെ ഉള്ള സൈക്കിളാന്ന് കേട്ടോ. ഇപ്പം ഈ സൈക്കിളും ഓടിച്ചിട്ട് കുറച്ച് നേരം ഇരിക്കാം. ഓക്കെ, ഇതിലേ അങ്ങ് പോവാം. സൈക്കിൾ ഇങ്ങനെ ഓടിക്കാം. ആടാ എടാ ടിമ്മി, എന്താ ബോസ്? ഈ സൈക്കിൾ നിനക്ക് എവിടെയെങ്കിലും പോണെങ്കിൽ ഉണ്ടല്ലോ, ഈ സൈക്കിളിനെ കയറിയാൽ മതി കേട്ടാ. ഓക്കെ ബോസ്. അല്ല ബോസ്, ഒന്നിനും അതിൽ കയറുന്നത്. അത് ഞാൻ ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കിയതാ. നിനക്ക് കയറണടാ? ആ കയറണം. എന്നാ വാ. ഓക്കെ, ഞാൻ വരിക. ഞാനേ ചേട്ടൻ്റെ ബെഡിൽ കിടന്നു തുടങ്ങിക്കോട്ടെ. ഓക്കെ, നിനക്ക് ചാടാറിയോ? ഇല്ലോ, അമ്മ എങ്ങോട്ട് വരി. എൻ്റെ ബെഡ് കിടന്ന് ഇറങ്ങിക്കോ. അവിടെ എൻ്റെ ബെഡുണ്ട്, വേറെ ബെഡ്റൂമും കൂടി ഉണ്ട്. അതേതാ 2 ബെഡ്റൂം? ഒന്ന് ഇവിടെ, ഒന്ന് മുകളിലുണ്ട. നീ ഇവിടെ കിടന്ന് ഉറങ്ങിക്കോ ഇന്ന് മാത്രം. ഓക്കെ 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 ബോസ്. ഞാൻ ഇപ്പോൾ ഈ സൈഡിൽ നിൽക്കാം. ഓക്കെ ഓക്കേടാ. ഓക്കെ ബോസ്, ഞാൻ ഇവിടെ നിൽക്കാം. ഇനി മുതൽ ഞാൻ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും. ഓക്കേടാ ടിമി. ആടാ ഫെലിക്സ്, ഇങ്ങോട്ട് വാ. എന്താടോ? എന്താടേ? നിനക്ക് ഇങ്ങോട്ടൊന്ന് വരാൻ പറ്റുമോ? എന്താടേ? നിന്നോട് ആരാ നേരത്തെ TV ഓഫ് ആക്കാൻ പറഞ്ഞു? അത് പിന്നെ